തെരുവുനായ്ക്കളുടെ വന്ധ്യകരണം നിലച്ചതോടെ കോട്ടയത്തും തെരുവുനായ ശല്യം രൂക്ഷം. കാൽനടയാത്രക്കാരും ഇരുചക്രവാഹന യാത്രികരും പലപ്പോഴും തെരുവുനായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകാറുമുണ്ട്. അതേസമയം തെരുവുനായ്ക്കളുടെ പ്രജനനം നിയന്ത്രിക്കുന്ന ABC സെന്ററിന്റെ പ്രവർത്തനം നിലച്ചിട്ട് നാളുകളേറെയായി. എന്നാൽ കൂടുതൽ ABC സെന്ററുകൾ ആരംഭിക്കുമെന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രഖ്യാപനം. കോട്ടയം TB റോഡിലും കോടിമത MG റോഡിലുമാണ് തെരുവുനായ ശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. രാത്രിയിൽ തെരുവുനായക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോടിമത മാർക്കറ്റിൽ വ്യാപാരിക്ക് നേരെ തെരുവുനായ ആക്രമണമുണ്ടായിരുന്നു. നായ്ക്കളുടെ ശല്യം പൊതുവെ ഇവിടെ പകൽ സമയത്തൊന്നും കുഴപ്പമില്ല, രാത്രിയിൽ വലിയ രൂക്ഷമാണ്. ഒറ്റപ്പെട്ട് വരുന്ന ആൾക്കാരെല്ലാം കൂട്ടമായിട്ട് ആക്രമിക്കുകയാണ്. മറ്റ് പകൽ സമയത്ത് വളരെ സൈലന്റാണ് എല്ലാവരും. ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഭക്ഷണമൊക്കെ കൊടുക്കുന്ന കാരണം എവിടെയെങ്കിലും ഒതുങ്ങി കിടന്നു. രാത്രി ഒറ്റപ്പെട്ട ആൾക്കാർ ഇതിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവർ രൂക്ഷമായിട്ട് കയറി കൂട്ടമായിട്ട് ആക്രമിക്കുക. അതേസമയം കോടിമതയിലെ ആനിമൽ ബർത്ത് കൺട്രോൾ സെന്റർ അടഞ്ഞുകിടക്കുകയാണ്. മാർച്ച് 31-ന് അടച്ചുപൂട്ടിയ സെന്ററിന് പുതിയ വർഷത്തേക്കുള്ള പ്രൊജക്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും നടപടികൾ വൈകുകയാണ്. വാഴൂർ, കടനാട്, തലയോലപ്പറമ്പ്, വാകത്താനം എന്നിവിടങ്ങളിൽ അടിയന്തരമായി ABC സെന്ററുകൾ തുടങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചതായി ജില്ലാ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. മുൻപ് പ്രവർത്തനം നടത്തി വന്നിരുന്ന വാഴൂർ, കടനാട് എന്നിവിടങ്ങളിലെ ABC സെന്ററുകൾ പുനരാരംഭിക്കാനാണ് ആദ്യ ശ്രമം. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ജില്ലാ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലാവും ABC സെന്ററുകൾ പ്രവർത്തിക്കുക. i4U ന്യൂസ്, ഏറ്റുമാനൂർ.